ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമുക്ക് തന്നെ വെളിപ്പെടുത്തി ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്കായി നൽകി. ഈസ്റ്ററിലൂടെ ഉദ്ധിതനായ ഈശോ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഇന്നത്തെ ദിവസം ഉദ്ധിതനായ ഈശോയിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് നമുക്ക് അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തിയും കൃപയും ജ്ഞാനവും നേടാൻ നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് നിങ്ങൾ ചോദിക്കുന്നത് എല്ലാം നൽകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനം നമ്മെ ഇന്ന് ശക്തിപ്പെടുത്തട്ടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് ചോദിക്കുക. കർത്താവ് തീർച്ചയായും നൽകും. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളിലും ഇന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഉദ്ധിതനായ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിനു വേണ്ടി ഈ പ്രഭാതത്തിൽ അവിടുന്ന് നമ്മെ വിളിക്കുന്നു. കർത്താവായ ദൈവം തൻ്റെ പീഠാസഹനങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നമുക്ക് കൃപയ്ക്കുമേൽ കൃപ നൽകി പരിശുദ്ധാത്മാവ് എന്ന ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഏറ്റവും വലിയ ദാനം നമുക്ക് നൽകിക്കൊണ്ട് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിളി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നു. ഉദ്ധിതനായ ഈശോയെ, അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ലോകം മുഴുവനും അങ്ങയുടെ സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണമേ. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹവും നന്മയും സ്വീകരിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് പക്വതയും പാകതയും വിവേകവും എളിമയും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹത്തോട് ചോദിക്കുന്നത് നീ നൽകണമേ. കർത്താവേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങൾ നീ സ്വീകരിച്ച് ആദിയും അന്തവുമായവനെ, ജീവൻ്റെ പൂർണ്ണതയായ ദൈവമേ, എല്ലാം നവീകരിക്കുന്ന ക്രിസ്തുവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈസ്റ്ററിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇനിയൊരു പുതിയ ജീവിതം നയിക്കുവാൻ, ഒരു പുതിയ തുടക്കം നയിക്കുവാൻ സകലതും നവീകരിക്കുന്ന ക്രിസ്തുവേ, ഞങ്ങളെയും നവീകരിക്കണമേ. ഞങ്ങളുടെ അന്തരംഗത്തിൽ ഞങ്ങൾക്കൊരു മാറ്റം നൽകി എല്ലാ കാര്യങ്ങളും ക്രമമായി പുതിയതായി ചെയ്തു തുടങ്ങാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം ഉദ്ധിതനായ ഈശോയ്ക്ക് സാക്ഷിയാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഉദ്ധിതനായ ഈശോയുടെ മുറിവേറ്റ കരങ്ങളിൽ നിന്നൊഴുകുന്ന എല്ലാ സൗഖ്യവും സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.